എറണാകുളം ഞാറക്കൽ ശക്തമായ കടലാക്രമണമാണ്. കടൽ ഭിത്തി കവിഞ്ഞ് വെള്ളം തോട് പോലെയാണ് വീടുകളിലേക്ക് കുത്തിയൊലിക്കുന്നത്. സംഭവസ്ഥലം സന്ദർശിക്കാനെത്തിയ പഞ്ചായത്ത് പ്രസിഡന്റിന് നേരെ നാട്ടുകാരുടെ ശക്തമായ പ്രതിഷേധമുണ്ടായി. അതിശക്തമായ തിരമാലകൾ നാശം വിതയ്ക്കുകയാണ് ഞാറക്കൽ പഞ്ചായത്തിലെ 1-ാം വാർഡിൽ. കടൽ ഭിത്തിയും കവിഞ്ഞ് കരയിലേക്ക് ഒഴുകുന്ന കടൽ. വീടുകളിൽ ഉൾപ്പെടെ കടൽ മണ്ണും വെള്ളവും കയറി ആളുകൾ ഒഴിഞ്ഞുമാറേണ്ട അവസ്ഥ. സ്ഥിരമായി അനുഭവിക്കുന്ന ഈ ദുരിതത്തിൽ പ്രദേശവാസികളുടെ പ്രതിഷേധം അണപൊട്ടി. തൂങ്ങിച്ചാക്കാൻ ഞങ്ങൾ ഇവിടെ കിടന്നുണ്ട്. അമ്മയും മക്കളും ഞങ്ങൾ തൂങ്ങിച്ചാവും. വേറെ വൃത്തിയിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ വൃത്തിയിലാണായിപ്പോയി. രാത്രി കടൽ കൂടുതൽ ശക്തമായാൽ സ്ത്രീകളെയും കുട്ടികളെയും പ്രായമുള്ളവരെയും കൊണ്ട് എവിടെ പോകുമെന്നാണ് ഇവരുടെ ആശങ്ക. വീട്ടിലെ അടുക്കളയിൽ വെള്ളമാണ്, മുറ്റത്ത് 3-ാമത്തെ ചവിട്ടുവരെ വെള്ളം. വയസ്സായ അമ്മയുണ്ട്, 2 കുഞ്ഞു മക്കളുണ്ട്. വീട്ടിൽ വേറെ ആരുമില്ല, ആണുങ്ങളാരുമില്ല. എൻ്റെ ഭർത്താവ്, എൻ്റെ മോനൊക്കെ മരിച്ച്. ഞാൻ വീട്ടുകാരൊക്കെ പോയാണ് ഞങ്ങൾ ജീവിക്കണത്. ഞങ്ങൾ എന്ത് ചെയ്യും? ഈ കുഞ്ഞു മക്കളെ, ഈ വയസ്സായ അമ്മക്ക് ബ്ലോക്ക് ഉണ്ട്. ആ അമ്മനെ കിട്ടിയിട്ട് ഞങ്ങൾ എവിടെ പോകും? പ്രദേശത്തെ ദുരിതം നേരിൽ കണ്ട് മനസ്സിലാക്കാനെത്തിയ ഞാറക്കൽ പഞ്ചായത്ത് പ്രസിഡന്റിന് നേരെയും പ്രതിഷേധമുണ്ടായി. പ്രസിഡന്റ് ചെയ്ത പണിയാണ് കാണുന്നത്. അന്ന് മണ്ണൂര പ്രസിഡന്റ് പറഞ്ഞു വെക്കല്ലെന്ന്. ഇപ്പൊ ഞങ്ങളുടെ തൊഴിലാണ് നിങ്ങൾ ആരോട് ഞങ്ങൾ വെക്കാണ്ട് ഞങ്ങൾ എവിടെ പോകണം? കുറെ മീൻപിടുത്തക്കാർ ഞങ്ങൾ ഇവിടെ ഒഴുകയാണ്. ഞങ്ങൾ എവിടെ പോകണം? ഞങ്ങൾ കളിയാക്കാണ്. അന്ന് പോയിട്ട് വന്നതല്ലേ പ്രസിഡന്റിന്ന് ഇല്ലേ? എന്നാൽ പഞ്ചായത്ത് കമ്മിറ്റിയിൽ എല്ലാവരും ചേർന്ന് പ്രദേശത്തെ വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ കടൽക്ഷോഭം ഉണ്ടാകുന്ന പ്രദേശത്തെ മെമ്പർ മാത്രമാണ് എതിർത്തതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റും ആരോപിച്ചു. ഇവിടുത്തെ മെമ്പർ ഇല്ലാത്ത സാന്നിധ്യത്തിൽ തന്നെ ബാക്കി 15 മെമ്പർമാർ കൂടി അടിയന്തര മീറ്റിംഗ് കൂടി എത്രയും വേഗം മണൽവാട വെക്കണമെന്നാവശ്യപ്പെട്ട് നമ്മൾ അടിയന്തര പ്രാധാന്യത്തോടെ തന്നെ മണൽവാട വെച്ചതിന് ശേഷം ഈ മാസം 10-ാം തീയതി കമ്മിറ്റിയിൽ ഈ മണൽവാട വെച്ചതിന് പൈസ സാധൂകരിച്ച് കൊടുക്കണമെന്നാവശ്യപ്പെട്ടപ്പോൾ ഈ വാർഡിലെ മെമ്പർ തന്നെ കൊടുക്കാൻ പറ്റില്ലെന്നാണ് പറഞ്ഞത്. കളക്ടറോട് വിഷയം സംസാരിച്ചിട്ടുണ്ട് എന്നും അടിയന്തരമായി ദുരിതാശ്വാസ ക്യാമ്പ് ആരംഭിക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ്. മഴ കനക്കുകയും കടലാക്രമണം ശക്തമാവുകയും ചെയ്താൽ പ്രദേശത്ത് കൂടുതൽ വീടുകളിലേക്ക് ദുരിതം ഇരച്ചെത്തുമെന്ന് ഉറപ്പാണ്. അനന്തുവിനൊപ്പം ശ്യാംകുമാർ, 24 കൊച്ചി. ചെല്ലാനത്തെ പോലെ ടെട്രാപോഡ് പോലെയുള്ള സംവിധാനങ്ങൾ അങ്ങനെ ശാശ്വതമായ കാര്യക്ഷമമായി ഈ കടൽ ഏറ്റത്തിനെയും വേലിയേറ്റത്തിനെയും കടലാക്രമണത്തിനെയും ഒക്കെ ചെറുക്കുന്ന സംവിധാനങ്ങൾ ഞാറക്കലിലെ 1-ാം വാർഡുകാർക്കും വേണം. അവർ ചോദിക്കുന്നത്, മുമ്പ് പോയിട്ട് ഇപ്പോഴല്ലേ വീണ്ടും വരുന്നത്? അടുത്ത വെള്ളം വരുമ്പോഴാണ് ഞങ്ങൾ ഒഴുകി നടക്കുകയാണെന്നാണ് ആ മനുഷ്യർ ഗതികേട് കൊണ്ട് പറയുന്നത്.